വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്കപ്പഴം കൊണ്ട് ഒരു മധുര ദോശയാണ്. ഇത് കഴിക്കാൻ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചക്കപ്പഴവും ശർക്കരയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണിത്. നിങ്ങൾ ആദ്യം ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ഉരുക്കിയ ശർക്കരയും ചേർത്തിട്ട് തിളപ്പിക്കണം. അത് ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കണം. ചക്ക വഴറ്റിയെടുക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കാൻ. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം കേടാവാതെ വെക്കാൻ പറ്റും. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ നാൾ കേടൊന്നും വരാതെ സൂക്ഷിക്കാം. ഇതുകൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം, ഇലയട, കുമ്പിളപ്പം തുടങ്ങിയ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഇതുകൊണ്ട് ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൽ കുറച്ചൊരു പാത്രത്തിലേക്ക് എടുക്കണം. ഇതെടുക്കുന്നതിനൊരു കണക്കൊന്നുമില്ല, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 തവി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടും ചേർക്കാം. ഗോതമ്പിന് പകരം റാഗിപ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാം. കൂടാതെ ഈ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇതിലേക്കൊരു 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് തേങ്ങ പൊടിയായി ചിരവിയത് വേണമെങ്കിൽ കുറച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഒരല്പം എണ്ണ തൂത്ത് കൊടുക്കാം. കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്ത് പരത്തി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിവശം മൊരിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുക്കണം. 2 വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം. ചക്ക കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.